ഗായ്സ് അപ്പൊ ഞാനും വർഷ ചേച്ചിയും കൂടിയിട്ട് ലൈവാണ്. നമ്മുടെ വെറും വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഉറപ്പായിട്ടും എന്താ ലൈറ്റ് ഇടാം. അറിയാമോ ഈ സ്ത്രീനെ? ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചു കേട്ടോ ഗായ്സ്. എന്റെ പിറക്കാണ്ട് പോയ വേറൊരു വിത്തൗട്ട് ഡെലിവറി സിസ്റ്റർ. ഹായ് ഗൈസ്. ഞാൻ ഭയങ്കര ഫാനായിരുന്നു വർഷയുടെ. ഇപ്പം അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. വ്യത്യാസമൊന്നും കുറച്ചൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം. അപ്പൊ എല്ലാരും വരുന്നുണ്ടല്ലോ ഗൈസ്. എത്ര പേരുണ്ട് ഇപ്പൊ എനിക്ക് കേട്ടോ. അതിപ്പം ഞാൻ അടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ലൈറ്റ് എന്റെ മുഖത്തേക്ക് അടിച്ച് അങ്ങോട്ടേക്ക് കാണിച്ചു തരാം ഗൈസ്. ദീപ നേരൊക്കെ വിളിക്കുന്നുണ്ട്. എന്തിനാണ് അവനെ വിളിക്കുന്നത്? നോക്കട്ടെ. നിങ്ങള് വർഷയുടെ എന്റെ മുഖത്തേക്ക് അടിക്കുമ്പോഴും ലൈറ്റ് കാണിക്കാം. ഉറപ്പായിട്ടും കാണിക്കാം. ഗൈസ് അപ്പൊ ഇങ്ങനെ കണ്ടോ, ഇതാണ് 2 ഫോൺ ഉണ്ടെങ്കിലുള്ള നമുക്ക് ഗുണം. നമുക്ക് ഇങ്ങനെ പോവാം. എനിക്ക് 2 ഫോൺ ആക്ച്വലി എടുക്കണം. കണ്ടോ, നമുക്ക് ഇങ്ങനെ ലൈവ് പോവാൻ പറ്റും. വാവ്, സൂപ്പർ ആട്ടോ ഇത്. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്കൊരു ഫോണിൽ വെക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ? അല്ലേ വർഷ? ഉണ്ടോ? അന്ന് എന്റെ അടുത്തില്ല കേട്ടോ ലൈറ്റ്. ഹായ് ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ മറ്റേ എന്തെന്നാ ഇതെന്തോ ഈ സാധനം, നമ്മളുടെ പ്രൊമോഷൻ വീഡിയോ ഓഫ് മറ്റേ വോട്ടിങ് എലക്ഷൻ ക്യാമ്പയിൻ. സോറി, അതായിരുന്നു കേട്ടോ കറക്റ്റ് ടെർമിനോളജി. എനിക്കറിയാൻ പാടില്ലായിരുന്നു. നമ്മളൊക്കെ പാവങ്ങള്, ഇവരൊക്കെ അങ്ങോട്ടേക്ക് വലിയ ബോജികള്. ഞങ്ങളിപ്പോ എങ്ങോട്ടേക്കാന്ന് അറിയാമോ ഗായ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്? പറഞ്ഞുതരാം. ഞങ്ങള് കലൂര് എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ എക്സിബിഷൻ അവിടെ എനിക്ക് വർഷല്ലല്ലോ നദ എനിക്ക് 2 മണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ള 2 മണി. കാരണം ഇന്നലെ ഞാൻ പോയിട്ട് വാങ്ങിച്ചപ്പോ ബെല്ലിനൊക്കെ ഭയങ്കര റേറ്റ്. അപ്പം അവിടെ നിന്ന് എക്സിബിഷന് നല്ല അടിപൊളി മണികളുണ്ട് അവിടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ പറ്റുന്നത്. അപ്പൊ അത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വർഷം എനിക്ക് എന്താ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു തരുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ എനിക്ക്. അയ്യോ പാവം, എന്തൊരു നന്നായിട്ടാ സംസാരിക്കുന്നത്. കുറച്ചു നേരം മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ സ്ത്രീയെ. അല്ല അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഇല്ല, എന്റെ ഫാൻസ് ഒക്കെ വർഷയുടെ ഫാനായിരിക്കും. വർഷനറിയില്ലേ, വർഷം ഭയങ്കര ഒരു വലിയൊരു ഇൻഫ്ലുവൻസറാണ്. പിന്നെ ഞാന് എന്താ പറയാ, എനിക്ക് വർഷയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ടേക്ക് വാചാലനായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെക്കാളും 10 മടങ്ങ് കഴിവുള്ള ഈ സ്ത്രീയുടെ അടുത്തിരുന്ന് വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊന്നും അല്ല എന്നുള്ളൊരു സാധനമായിരിക്കും. നീ സംസാരിക്കുന്ന പോലെ അത്രയൊന്നും എന്താ പറയാ ലൈവായിട്ടൊന്നും ഞാൻ സംസാരിക്കൂല. ഞാൻ സംസാരിക്കുന്നത് വേറെ ടൈപ്പാ, അങ്ങനെയൊന്നുമില്ല. ഐ എം എ ബിഗ് നെവിൻ ഫാൻ ആക്ച്വലി. അപ്പൊ ഗായ്സ് നമ്മള് കലൂർ എക്സിബിഷന് പോവാട്ടോ. എക്സിബിഷന് ചെന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ലൈവ് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ മറ്റേ അക്കൗണ്ടിൽ നിന്ന് ലൈവ് വരാം. ഇപ്പൊ 2 അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ 777 പൂച്ച അക്കൗണ്ടിൽ നിന്ന് വരാം, ക്യാറ്റ് അക്കൗണ്ടിൽ നിന്ന് വരാം. എനിക്ക് ഒരു 10-30 അക്കൗണ്ട് ഉണ്ട്. ഹായ് ബ്രോ നെവിൻ, പ്ലീസ് കോൾ മൈ നെയിം. എന്താണ് റംസി സുഹൈലാണ് പറഞ്ഞത്. സുഹൈൽ, നീ എങ്ങോട്ടെങ്കിലും ഇപ്പൊ എന്തിനാ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളോട് പറയുന്ന? എടാ മോനെ, നീ എന്റെ ലൈവില് വന്നിരുന്ന് നിനക്ക് പറ്റില്ലെങ്കിൽ നീ എന്റെ ലൈവിൽ നിന്ന് ഇറങ്ങി പോണം അല്ലേ? അതല്ല, നീ എങ്ങോട്ടെങ്കിലും പോ, എന്തിനാ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്? എനിക്ക് ഇഷ്ടമുള്ള അടുത്ത്. ഇത് എന്റെ ലൈവ്, എന്റെ മൊബൈല്, എന്റെ ഡാറ്റ. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ലൈവ് സെറ്റപ്പ് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് അപ്പുറത്ത് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിട്ട്? ബുദ്ധി വേണം വർഷ, ബുദ്ധി. ഓക്കെ. പിന്നെ ഇങ്ങനെ നെവിൻ, പിന്നെ ഈ ഹാപ്പി ക്രിസ്മസ് ആയി ഡിനോഷ്യ. ഞാൻ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കുന്ന വീഡിയോ ഇടാട്ടോ. എനിക്ക് സമയം കിട്ടിയില്ല, ഞാനിങ്ങനെ പാറിപ്പറന്ന് നടക്കുവല്ലേ. പിന്നെന്തുവാ, പിന്നെ മോനെ നീ സൂപ്പർ എന്നൊക്കെ. ഹൗ മെനി
ചാനൽസ് ഡു യു ഹാവ്? അതെ, എനിക്കറിയാൻ പാടില്ല. എനിക്ക് യൂട്യൂബിൽ എനിക്ക് ആകെ നെവിൻസ് ഹല്ലേ വ്ളോഗ്സും പിന്നെ ഇൻസ്റ്റാഗ്രാം Nevin777_cat_ വെറും ക്യാറ്റും പിന്നെ നെവിൻ ഒഫീഷ്യലും, അത് മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലാണ്ട് വേറെ അക്കൗണ്ടില്ല. പിന്നെ കുറെ അക്കൗണ്ട്സ് ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ലൈവ് ഒക്കെ പോണം അല്ലേ? അതെ 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 അതെ. എന്താ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വേറൊന്നുമില്ല. ലവ് യു ഇൻ ബിഗ് ബോസ്. വർഷ ഇസ് സോ പ്രെറ്റി. ഹേയ് നെവിൻ. എവിടെ കൊണ്ടാണോ പ്രെറ്റി? അയ്യോ ക്യൂട്ട്നെസ് ഇടുന്നത് നോക്കൂ ഗായ്സ്. എന്താണ് യൂട്യൂബിൽ കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്? ഓ, വലത്തെ സൈഡ് ശരിയല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ കുറച്ചൊക്കെ പൊക്കിയൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് കലൂര് വെച്ചിട്ട് കാണാം കേട്ടോ. പിന്നെ ഞാൻ കലൂരുണ്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ഞാൻ തരാം നല്ല. അപ്പൊ വാടാ, ഞാൻ കലൂരുണ്ടല്ലോ, ഇപ്പൊ തന്നെ എത്തും. ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ വരും കേട്ടോ കലൂര്. തീർച്ചയായിട്ടും വരണേ, വരാതിരിക്കല്ലേ. എന്തോന്ന്? ഓ, ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തിനെ ഞങ്ങള് നൈസായിട്ട് അപ്പുറത്തെ വണ്ടിയില് കയറ്റി. ഒഫീഷ്യലി വൈറൽ സ്ക്വാഡിൽ ജോയിൻ ചെയ്ത കാര്യം പറഞ്ഞു. അത് ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. അപ്പൊ ഞാൻ ഒഫീഷ്യലി വൈറൽ സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം വർഷയുടെ ഒക്കെ വർഷ ഓൾറെഡി ജോയിൻ ആണ്. ഇതൊരു എന്താണ് പറയാ ഇത് മറ്റേ ക്രിയേറ്റേഴ്സിന്റെ ഒരു കളക്റ്റീവ് ഒരു ഏജൻസിയാണ്. അപ്പം വൈറൽ സ്ക്വാഡിൽ ഞാൻ ഒഫീഷ്യലായി ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇടിവെട്ട് പൊളിപ്പൻ കോണ്ടന്റുകളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഞാനും വർഷയും, അതായത് 2 ദുരന്തങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇനി വൈകാതെ വേറൊരു പുതിയ ഇനം ചുഴലിക്കാറ്റ്, സുനാമിയൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് ശരിക്കും നദേനെയും കൂടി കാണിക്കണമായിരുന്നു. നദയാണ് നമ്മുടെ മാനേജർ. അതെ, അപ്പൊ ഞങ്ങളുടെ മാനേജർ ബാക്കിലുണ്ട്. അപ്പൊ ഗൈസ്, സീ യു. നെവിൻ കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന്. ഓ, താങ്ക് യു. ഈ സീസൺ എന്നെ കാണാനിരുത്തിയ ഒരേ ഒരു മുതൽ നെവിൻ ബ്രോ. താങ്ക് യു ജംഷീർ, ബിഗ് ഫാൻ. താങ്ക് യു. ഇല്ല എടാ, ഞാൻ ഇവിടെ ഉണ്ട്, വന്നിട്ട് നീ വിളിക്കാതിരിക്കല്ലേ. തീർച്ചയായിട്ടും വിളിക്കൂട്ടോ. ഓക്കെ, ബൈ, സീ യു ഗൈസ്. അല്ലല്ല, ഇനി അടുത്ത അക്കൗണ്ടിൽ നിന്ന് പോണം ലൈവ്. എത്ര അക്കൗണ്ട് ഉണ്ട്?